അപ്പോൾ മച്ചാന്മാരെ നമ്മൾ മഴയത്ത് നനഞ്ഞ് കുളിച്ച് നമ്മൾ തൃപ്പരപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം നമ്മൾ പോകുന്ന തൃപ്പരപ്പിലെ ബോട്ട് ചെട്ടിയിൽ അങ്ങോട്ടേക്കാണ്. കണ്ട ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ കറങ്ങി ഈ ഒരു ബോർഡ് ഇരിക്കുന്ന അവിടെ നിന്ന് അകത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ മച്ചാന്മാരെ നമ്മളിപ്പോൾ എത്തിയ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃപ്പരപ്പിലാണ്. തൃപ്പരപ്പിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി മുകളിലുള്ള ഇവിടുത്തെ കാഴ്ച നമ്മുടെ അടുത്ത് വാർത്താൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആ വീട്ടിലോട്ട് പോകാം. അപ്പോൾ മച്ചാന്മാരെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാലമുണ്ട്. നമ്മൾ ആ പാലത്തിൻ്റെ കാഴ്ചകളാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നമുക്കിവിടെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയൊക്കെ പറ്റും. ഞാനിപ്പോൾ ഈ പടിയുടെ മേലെ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഇത് നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് കേട്ടോ. എന്തായാലും അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും പൊളി മഴ. അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മളപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തന്നെ വന്ന. അപ്പോൾ പായ എന്തായാലും മഴ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിറ്റാ ഡാമിൽ വെള്ളം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെയും നല്ല വെള്ളമായിരിക്കും വെച്ചാണ് വന്നത്. പക്ഷേ എന്തായാലും ആറിൽ വലിയ വെള്ളമൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് അവിടെ വെള്ളച്ചാട്ടം എങ്ങനെയാണ്, വെള്ളമുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പോയതിനു ശേഷം അവിടുത്തെ കാഴ്ച നമുക്ക് നോക്കാം. എന്തായാലും ഈ പാലത്തെ മുകളിൽ നല്ല ഫീലാണ് കേട്ടോ. നല്ല നീളമുണ്ടല്ലോ ഈ പാലം എന്തായാലും. അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് നമ്മൾ തൊട്ടിപ്പാലം പോലുള്ള പ്ലാൻ നമുക്കുണ്ട് തമിഴ്നാട്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ നമ്മൾ ഇതിന് ശേഷമുള്ള അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള കാഴ്ചകൾ ഫസ്റ്റ് കാണും. അപ്പോൾ ഇവിടെ ചെറിയൊരു ബോട്ട് ജെട്ടി പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ കേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. പിന്നെ അതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോയി അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ മച്ചാന്മാരെ ഒരു ജിറാഫിൻ്റെ ഒരു പ്രതിമയാണ്. എന്തായാലും ഇത്രയും കഴുത്ത് നീളമുള്ള ജിറാഫിൻ്റെ പ്രതിമയാണ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കയാക്കിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ കണ്ട. ഇത് കാണാൻ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമുക്കിതിൻ്റെ ബോട്ട് സർവീസിൻ്റെ ബാക്കിയൊക്കെ ആ തൊട്ടടുത്ത് കാണുന്നത് ബാത്റൂമാണ് കേട്ടോ. അവിടെ പോയി നമ്മൾ ഈ കാര്യം നമ്മൾ നോക്കി വെക്കണം. അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്ത് അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഡ്രാഗൻ്റെ ഈ ഒരു പ്രതിമ കണ്ട. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതല്ല, കുറച്ച് വലിയൊരു പ്രതിമ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ പാലത്തിൻ്റെ ലുക്ക് ഇവിടെ നിന്ന് കാണാൻ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. ആണ് ഞാൻ ഇവിടെ നിന്ന് ഈ വ്യൂ എടുത്തത്. പിന്നെ ഈ നേരെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ശിവക്ഷേത്രമാണ് നമ്മുടെ തൃപ്പരപ്പിലെ. പിന്നെ പാവം കണ്ട എൻ്റെ കൂടെ വന്ന ഒരു കൊച്ചു ചേട്ടായിരുന്നു കുഞ്ഞാലേട്ടനുണ്ട. അയ്യോ പാവമല്ലേ. ഈ കാണുന്ന കല്ല് കൊണ്ട് തീർത്ത് നമ്മുടെ ആ പറഞ്ഞ ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടാണ്. അവിടെ നിന്ന് നമ്മളിപ്പം കുറച്ചുകൂടെ നമ്മൾ അകത്തോടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴത്തേക്കും നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തോടെ ഇറങ്ങുന്നതിൻ്റെ അവിടെയാണ്. രണ്ട് സൈഡിലായിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റിന് 10 രൂപ കേട്ടോ. അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ഞാൻ പെട്ടെന്ന് 1-2 പ്രധാന കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് ലേഡീസും ബോയ്സും വേറെ വേറെ സ്ഥലത്തു നിന്നാണ് കുളിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വരാൻ വേണ്ടി കഴിയും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 10 രൂപയാണ്. അതുപോലെ നമ്മുടെ ക്യാമറ പ്രൊഫഷണൽ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് 150 രൂപ, സാധാ ക്യാമറയ്ക്ക് 20 രൂപയാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മളെപ്പോഴും തൃപ്പരപ്പിലുള്ള സകലമായ സ്ഥലവും നമ്മൾ കവർ ചെയ്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്ന തൊട്ടിപ്പാലത്തിലേക്കാണ്. തൊട്ടിപ്പാലം നമ്മളിപ്പോൾ മഴയാണ്, നമ്മൾ എത്താൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതേപോലെ ബ്ലോഗ് വീഡിയോസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.